ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏത് പ്ലാന്റ് എടുത്താലും 50 രൂപയുടെ ഒരു ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ 45ഓളം വെറൈറ്റീസ് അവൈലബിൾ ആണ്. അതിൽ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വെറും 50 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് കേട്ടോ. 50 രൂപയ്ക്ക് തരുന്നതുകൊണ്ട് തന്നെ ഈ പ്ലാൻസ് ഒരു ലിമിറ്റഡ് ടൈം വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ടൈമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഓരോ പ്ലാന്റിൻ്റെയും പ്ലാന്റ് സൈസ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അത് വ്യക്തമായി എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റായിട്ട് വരുന്നത് വയലറ്റ് ജാസ്മിനാണ്. ഈ വയലറ്റ് ജാസ്മിനിൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറുണ്ട്. അത്യാവശ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമായൊരു പ്ലാന്റ് കൂടിയാണിത്. ഇത് ഒരു സ്രബ് വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്, ഒരു കുറ്റിച്ചെടിയാണ്. ക്രീപ്പ് ചെയ്ത് പോകുന്നില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 50 രൂപയ്ക്ക് നമ്മൾ നൽകുന്നത്. അടുത്തതായിട്ട് സീഡ്ലെസ് ചാമ്പയാണ്. ഈ സീഡ്ലെസ് ചാമ്പ കട്ടിങ്ങിൽ കൂടെയാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിൽ തന്നെ പെട്ടെന്ന് കായകൾ ഉണ്ടായി തുടങ്ങും. നമ്മൾ പോട്ടിലോ നിലത്തോ എങ്ങനെ വേണേലും ഈ പ്ലാന്റിനെ നട്ട് വളർത്താനായിട്ട് സാധിക്കും. കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ല. അടുത്തതായിട്ട് അലമാണ്ടയാണ് കേട്ടോ. അലമാണ്ടയുടെ ഒരു 5-6 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. എന്നാൽ ഈ പ്ലാന്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കട്ടിങ്സ് പിടിപ്പിച്ചുകൊണ്ട് തന്നെ കറക്റ്റ് ഏത് കളറാണെന്ന് ഫ്ലവർ ഇല്ലാത്ത കാരണം നമുക്ക് നോക്കി തരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളറ്, യെല്ലോ അല്ല കേട്ടോ, ബാക്കി കാണിക്കുന്ന കളേഴ്സിൽ ഹൈബ്രിഡ് ടൈപ്പിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചെറിയ പ്ലാന്റാണ്, ഫ്ലവർ ഒന്നും ആയിട്ടില്ല. പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ഇതിനും 50 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഹിബിസ്കസ് റൊസെല്ല. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗോങ്കൂര, പിങ്ക് ഗോങ്കൂര എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ഹിബിസ്കസിൻ്റെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. കട്ടിങ്സിൽ കൂടെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പറാണ്. കർട്ടൻ ക്രീപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് വളരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. ഇതിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു ഭാഗം മൊത്തം നമുക്ക് കവർ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് ഈ കർട്ടൻ ക്രീപ്പർ. നമുക്ക് മതിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഫുൾ കവർ ചെയ്ത് ഗ്രീനിഷ് ആക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഈ പ്ലാന്റ് നട്ടുകൊടുത്താൽ സ്ലോ ആയിട്ടൊന്നുമല്ല, നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വളർന്ന് ആ ഭാഗം കവർ ചെയ്ത് കിട്ടും. അടുത്തതായിട്ട് ഗോൾഡ് ഫിഷിൻ്റെ റെഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നോർമൽ പോട്ടിലൊക്കെ നമുക്ക് നട്ട് വളർത്താവുന്നതാണ്. ഒരു ലോ ലൈറ്റ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ. എന്നാൽ നല്ല വെളിച്ചം വേണം, എങ്കിലേ ഇതിൽ ഫ്ലവർ ഉണ്ടാകുകയുള്ളൂ. ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ലീഫിന് പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നാടൻ റോസാണ് കേട്ടോ. കട്ടിങ്സ് പിടിപ്പിച്ചുണ്ടാക്കിയ നാടൻ റോസാണ്. ഈ ഒരു കളർ മാത്രമാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി കളേഴ്സൊന്നും ഫ്ലവർ ആവാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് കളേഴ്സ് മനസ്സിലാവുന്നില്ല. ഈ നാടൻ റോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഏത് ക്ലൈമറ്റിലും ഏത് കാലാവസ്ഥയിലും പൂക്കളുണ്ടാവും. മഴയത്ത് മാത്രം കുറച്ചൊന്ന് ഫ്ലവർ കുറവായിരിക്കും. അപ്പോൾ ഒന്ന് ഇലയൊക്കെ ഒന്ന് കൊഴിഞ്ഞ് പുതിയ ശിഖരങ്ങൾ വരുന്നത് വരെ. അടുത്തതായിട്ട് മെഡ്നില്ല പ്ലാന്റാണ്. മെഡ്നില്ല എല്ലാവരും ഇപ്പോഴും ചോദിക്കുന്നൊരു സംശയമാണ്, 2 കളറുണ്ടോ 3 കളറുണ്ടോ എന്ന്. മെഡ്നില്ല ശരിക്കും ഒറ്റ കളറ് മാത്രമേ ഉള്ളൂ. ഒരു പൂങ്കുലയിൽ തന്നെയാണ് ഈ കളറ് മാറി മാറി വരുന്നത്, നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ഒക്കെ പോലെ. പക്ഷേ ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഫ്ലവറിൻ്റെ കളേഴ്സ് മാറി മാറി വരുന്നത്. ഇതും അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. ഓവർ ചൂടിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിനും ലീഫ് പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ബ്ലൂ പാസിഫ്ലോറയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു പൂവാണ് ഈ ബ്ലൂ പാസിഫ്ലോറയുടേത്. ഇത് കണ്ടില്ലേ, ഒരു പ്രത്യേക ബ്ലൂ കളറ്. ഇതിൽ ശരിക്കും പാഷൻ ഫ്രൂട്ട് പോലെ ഒരു കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് മെച്ചുറാവാതെ തന്നെ ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇപ്പോൾ വള്ളി വീശി തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല പൂക്കളായതിൽ കണ്ടോ കായായി തുടങ്ങി. ഞാനിതുവരെ ഇത് കഴിച്ച് നോക്കിയിട്ടില്ല. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ടേസ്റ്റ് ആണോ, കഴിക്കാൻ പറ്റുന്നതാണോ എന്നറിയില്ല. കായ ഉണ്ടാവുന്നുണ്ടെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ചെറിയ പ്ലാന്റിൽ തന്നെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് അതുപോലെ തന്നെ സ്ലോ ഗ്രോത്ത് അല്ല, അത്യാവശ്യം ഫാസ്റ്റായിട്ട് വളരും. എല്ലാ ക്ലൈമറ്റിലും ഫ്ലവർ ഉണ്ടാകുകയും ചെയ്യും. ഈ ഒരു സൈസ് പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് പിങ്ക് ഇക്സോറയാണ്. പിങ്ക് ഇക്സോറയുടെ നാടൻ ടൈപ്പാണ് കേട്ടോ.
അല്ലാണ്ട് ഹൈബ്രിഡൊന്നുമല്ല, ചെറിയ പ്ലാന്റായി നിൽക്കുന്നില്ല. എന്നാൽ ചെറിയ പ്ലാന്റിൽ പോലും ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നിലത്തോ പോട്ടിലോ ഒക്കെ ഈ പ്ലാന്റിന് നിങ്ങൾക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് പിങ്ക് പാസിഫ്ലോറയാണ്. ഇത് നമ്മുടെ ബ്ലൂ പാസിഫ്ലോറയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മെച്ചുർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് വളർന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ചട്ടിയിലും വളർത്താം, നിലത്തും വളർത്താം. ഏറ്റവും നല്ലത് നിലത്തായിരിക്കും. ചട്ടിയിലാണെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്ത് അതിൽ പടർത്തി വിട്ട് പൂക്കളുണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അടുത്തതായിട്ട് സെൻറ്റ് ജോൺസ് വേർട്ടാണ്. യെല്ലോ മെൽസ്ട്രോമ എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോൺസ് വേർട്ട്. ഈ പ്ലാന്റ് ശരിക്കും നമ്മുടെ മെലസ്ട്രോമയുടെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ഒന്നും അല്ല. ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു സാമ്യം കൊണ്ടാണ് ഇതിനെ യെല്ലോ മെലസ്ട്രോമ എന്ന് വിളിക്കുന്നത്. ഇത് അത്യാവശ്യം മെച്ചറായി തുടങ്ങുമ്പോഴാണ് പൂക്കളുണ്ടാകുന്നത്. അതിനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ് പ്രൂൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് യെല്ലോ ഇക്സോറ. യെല്ലോ ഇക്സോറയുടെ ഹൈബ്രിഡ് വെറൈറ്റി അല്ല, നാടനാണ്. വലിയ പൂക്കളാണ് ഉണ്ടാവുന്നത്. ഇത് പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ വെട്ടിക്കൊടുത്ത് ബുഷിയായിട്ട് നമുക്ക് നിർത്താം. നിലത്താണെങ്കിൽ കുറച്ച് വലിയ പ്ലാന്റായി തീരുന്നുണ്ട്. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരുപാട് വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നിലത്ത് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂൺ ചെയ്ത് ചെറിയ കുറ്റിച്ചെടിയായിട്ട് തന്നെ നിലനിർത്താം കേട്ടോ. ചെറിയ പ്ലാന്റിൽ തന്നെ ഈ അയക്കുന്ന ഈ ഒരു പ്ലാന്റ് സൈസിലൊക്കെ ചിലതിൽ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് പാണ്ടൂരിയ ജാസ്മിനാണ്. പാണ്ടൂരിയ ജാസ്മിൻ അതുപോലെ തന്നെ ഒരുപാട് പടർന്ന് കയറുന്നതിന് മുമ്പ് തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചട്ടിയിലും വളർത്തിയെടുക്കാവുന്നതാണ്. ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്ത് നമ്മുടെ ടെക്കോമയൊക്കെ പോലെ തന്നെ പൂക്കളാക്കി എടുക്കാം. നിലത്താണെങ്കിൽ കുറച്ചൊന്ന് പടർന്ന് കയറിയിട്ട് അങ്ങനെയും പൂവാവുന്നുണ്ട്. ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് സ്നോ റോസാണ്. സ്നോ റോസ് ഇപ്പോഴും ചിലർക്കുള്ള സംശയമാണ്, ഇത് റോസിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണോ? കിട്ടിക്കഴിയുമ്പോൾ ചിലർ പറയും ഞാൻ ഈ പ്ലാന്റ് അല്ല ഓർഡർ ചെയ്തതെന്ന്. ഇത് ശരിക്കും കുഞ്ഞൻ പൂക്കളും ചെറിയ ലീഫുകളും ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിലൊരു സമയത്തിന് ആയിരക്കണക്കിന് പൂക്കളുണ്ടാവും. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അടുത്തതായിട്ട് ബ്ലൂ ട്രംപറ്റ് എന്നറിയപ്പെടുന്ന ട്രംപറ്റ് തമ്പർജിയ ഇറക്റ്റയാണ് കേട്ടോ. ഈ തമ്പർജിയ ഇറക്റ്റ നിങ്ങൾക്കൊരു ബോർഡർ പ്ലാന്റ് ആയിട്ട് വളർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ പോട്ടിൽ വളർത്തിയെടുക്കാം. ഇനി ഒറ്റയ്ക്കൊരു ചെടിയായിട്ട് കുറ്റിച്ചെടിയായിട്ടൊക്കെ നിങ്ങൾക്ക് ലോണിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. മഴക്കാലത്ത് പോലും ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാവുന്നുണ്ട്. ഈ ഒരു ചെറിയ ചെടിയിൽ പോലും കണ്ടില്ല, നിങ്ങൾക്ക് അയക്കാനുള്ള ആ ഒരു പ്ലാന്റ് സൈസിൽ പോലും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ നോർമൽ അല്ല, കാവേരിയാണ്. കാവേരി ഹൈബ്രിഡ് വെറൈറ്റിയാണ്. വലിയ ഫ്രൂട്ടുകളാണ് കേട്ടോ ഇതിനുണ്ടാകുന്നത്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് കണ്ടില്ലേ, വലിയ വലിയ ഫ്രൂട്ടാണ്. മാത്രമല്ല ഒരുപാട് പുളിയുള്ള ഒരു ഐറ്റം അല്ല, അത്യാവശ്യം മധുരമൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ കായകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഓറഞ്ച് കനകാമ്പരമാണ്. ഈ കനകാമ്പരം പ്ലാന്റ് കിട്ടുമ്പോൾ ചിലരൊക്കെ പറയുന്നൊരു പരാതിയാണ് ചെറിയ പ്ലാന്റ് ആയിരുന്നു എന്നുള്ളത്. ഇത് ഹൈബ്രിഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു വെറൈറ്റി അല്ല. ചെറിയ കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ പൂക്കളുണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ നിലത്തൊക്കെ നട്ട് അത്യാവശ്യം മെച്ചുറായി കഴിയുമ്പോഴാണ് ഈ പ്ലാന്റ് അത്യാവശ്യം ഹൈറ്റ് വെച്ച് വരുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. പ്ലാന്റ് സൈസ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് അക്കാലിഫയാണ്. അക്കാലിഫ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താനാണ് കൂടുതൽ ഭംഗി കേട്ടോ. എന്നാൽ ചെറിയ തൈയിൽ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഗ്രൗണ്ട് കവറിങ് ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് അക്കാലിഫ. എന്നാൽ ഒരു ലോ ലൈറ്റിലാണ് വളർത്തുന്നതെങ്കിലാണ് കൂടുതൽ ഇതിൽ പൂക്കൾ കാണുന്നത്. അടുത്തതായിട്ട് യെല്ലോ അലമാണ്ടയുടെ മിനിയേച്ചർ ടൈപ്പാണ്. നമ്മൾ നോർമലായിട്ട് കാണുന്നത് ഫ്ലവർ ഇതുപോലെ തന്നെയാണെങ്കിലും വലുതായി ഇങ്ങനെ ആകെ പടർന്ന് കയറി ഒരു ക്രീപ്പ് ചെയ്ത് പോകുന്ന സൈസ് അലമാണ്ടയാണ്. ഇത് കുറ്റിച്ചെടിയായിട്ട് ഇതാണ്ട് ചെറിയ ലീഫുകളായിട്ട് നിൽക്കുന്ന അലമാണ്ടയാണ് കേട്ടോ. അടുത്തതായിട്ട് ക്ലെറോഡെൻഡ്രമാണ്. വെള്ളക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ക്ലെറോഡെൻഡ്രം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ പൂക്കളുണ്ടാകും. ഇത് ക്രീപ്പറല്ല, ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ്സ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനാവും. അടുത്തതായിട്ട് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് ലിപ്സ്റ്റിക്കാണ് നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ളത്. വൈറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇത് നമ്മുടെ നോർമൽ ലിപ്സ്റ്റിക്കിനെ അപേക്ഷിച്ച് ചെറിയ പൂക്കളും ചെറിയ ലീഫുകളാണ് വൈറ്റിനുള്ളത്. അടുത്തതായിട്ട് ആമസോൺ ബ്ലൂ ആണ്.
ഇതും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റിൽ പോലും നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു പ്ലാന്റ് സൈസിൽ പോലും ഇപ്പോൾ തന്നെ പൂക്കളായിട്ടുണ്ട്. ചെറിയ പ്ലാന്റുകളിൽ ഇതുപോലെ നിറഞ്ഞ് പൂക്കളുണ്ടാവും. ഇതിന് ചുറ്റും അധിക സമയങ്ങളിലും പൂമ്പാറ്റകളെ കാണാറുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ കണ്ടില്ല കേട്ടോ. എന്നാലും ഇതിൽ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതിൽ പൂമ്പാറ്റകളും വണ്ടുകളൊക്കെ വന്നിരിക്കുന്നത് കാണാം. ഇത് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അടുത്തതായിട്ട് പെഡ്ലാന്തസിൻ്റെ ഹാങ്ങിങ് വെറൈറ്റി. ഇതൊരു ട്വിസ്റ്റഡ് ടൈപ്പാണ്. ഇത് ഹാങ്ങിങ് പോട്ടിലൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ പോട്ട് കാണാണ്ട് ഇങ്ങനെ നിറഞ്ഞ് പോട്ടിനോട് ഇങ്ങനെ പിടിച്ച് ഇതിൽ ലീഫുകൾ ഇങ്ങനെ പടർന്ന് വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചുരുണ്ട് ലീഫ് കൂടി ആയതുകൊണ്ട് വൈറ്റ് ആൻഡ് ഗ്രീൻ ആയതുകൊണ്ട് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണിത്. അടുത്തതായിട്ട് പീലിയ പ്ലാന്റാണ്. പീലിയ പ്ലാന്റിൽ ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടായെങ്കിലും കൂടിയിട്ടും പീലിയ കാണാൻ അതിൻ്റെ ലീഫ് കാണാനാണ് കൂടുതൽ ഭംഗി. ഫ്ലവർ അത്ര ഭംഗിയൊന്നുമില്ല. ഈ ലീഫിൻ്റെ ഒരു ടെക്സ്ചർ കാണാനാണ് നല്ല ഭംഗിയുള്ളത്. ഈ പ്ലാന്റ് അതുപോലെ തന്നെ ഒരു ലോ ലൈറ്റിലൊക്കെ വെക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. അടുത്തതായിട്ട് ഐവി പ്ലാന്റാണ്. വാക്സ് ഐവിയുടെ ഗ്രീൻ കളറ്. വാക്സ് ടൈപ്പാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്, നോർമൽ അല്ല. ഇത് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ പോട്ടിലോ ഒക്കെ വെച്ച് ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് യെല്ലോ ഹോയ. യെല്ലോ ഹോയയുടെ ഫ്ലവർ അതുപോലെ തന്നെ ഒരു വാക്സ് കലർന്ന ടൈപ്പാണ് അല്ലേ. ഒരു തിളക്കമുള്ള പൂക്കളാണ് യെല്ലോ ഹോയയ്ക്കുള്ളത്. ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റാണ് ഇതിൽ നമ്മൾ അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഡോങ്കി ടൈൽ, മങ്കി ടൈൽ എന്നൊക്കെ അറിയപ്പെടുന്നതിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കുറച്ചൊരു വലിയ എതിരുകളാണ് ഇതിന്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ടെക്കോമ. യെല്ലോ ടെക്കോമയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല. നിലത്ത് വേണേലും വളർത്താം, പോട്ടിലും വളർത്താം. നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടി കുറച്ച് ദിവസം ഷെയ്ഡിൽ വെക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് ബ്രെൻഫൽസിയാണ് നമ്മൾ കോമൺ ആയിട്ട് സെയിൽ ചെയ്യാറ്. ഇത്തവണ ചെയ്യുന്നത് ഇതിൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. നാടൻ വെറൈറ്റി ഹൈബ്രിഡിനെ അപേക്ഷിച്ച് എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്നില്ല. എന്നാൽ പൂവുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ നിറഞ്ഞ് ലീഫ് കാണാണ്ട് പൂക്കളുണ്ടാകുന്നുണ്ട്. നല്ല സുഗന്ധമാണ് ഇതിന്. അടുത്തത് വരുന്നത് വൈറ്റ് ഡെയ്സി പ്ലാന്റാണ്. ഡെയ്സി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഫ്ലവറിങ് കഴിയുമ്പോൾ ആ ഒരു തണ്ട് അങ്ങോട്ട് നശിച്ചു പോകും. അപ്പോഴേക്കും അടുത്ത പ്ലാന്റ് അതിൻ്റെ അടിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്ന് അതിൽ വീണ്ടും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ കാണാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഇക്സോറയാണ്. റെഡ് ഇക്സോറ ഹൈബ്രിഡ് ടൈപ്പല്ല, വലിയ പൂക്കളും വലിയ ഇലകളോട് കൂടിയ ഈ ഒരു സൈസ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് നാടൻ ടൈപ്പാണ്. എന്നാൽ ചെറിയ ചെടിയിൽ തന്നെ നമ്മൾ കട്ടിങ് പിടിപ്പിക്കുന്നതുകൊണ്ട് ചെറിയ ചെടിയിൽ തന്നെ പൂക്കളാവുന്നുണ്ട്. അടുത്തതായിട്ട് ലെൻഡാന പ്ലാന്റാണ്. ലെൻഡാനയുടെ ഡ്വാഫ് വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാം. കട്ടിങ്സിൽ തന്നെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പക്ഷേ ഒരുപാട് ഹൈറ്റ് വെച്ച് വരാറില്ല. ചെറിയ കുറ്റിച്ചെടിയായി നിന്നിട്ട് ഈ ഒരു സൈസിൽ തന്നെ പൂക്കളുണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ്. അമേരിക്കൻ ജാസ്മിൻ അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ്. ചെറിയ ലീഫുകളാണ് കേട്ടോ ഇതിനുള്ളത്. ഇതിൻ്റെ ലീഫ് പോലെ തന്നെ പൂക്കളും കുറച്ച് ചെറുതാണ്. നമ്മൾ നോർമലായിട്ട് കാണുന്ന ജാസ്മിൻ്റെ ഫ്ലവറിൻ്റെ അത്രയും വലുപ്പമില്ല, അതിനേക്കാളും കുറച്ചൊരു ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് സർവ്വസുഗന്ധി. ഈ സർവ്വസുഗന്ധിയുടെ ചെടി ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഇലയും കായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കറിക്കൂട്ടുകളിലൊക്കെ ഒരു മെയിൻ ഘടകമാണിത്. മാത്രമല്ല ഇതിൻ്റെ ലീഫ് ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കാനും പറ്റും. ഇതൊരുപാട് പ്രതിരോധശേഷി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ബ്ലീഡിങ് ഹേർട്ടാണ്. ബ്ലീഡിങ് ഹേർട്ട് ഒരു ക്രീപ്പറായിട്ട് നമുക്ക് അങ്ങനെയും കയറ്റി വിടാം, അല്ലാതെ സ്റ്റെബായിട്ട് കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പോട്ടുകളിലൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്യാം. ചെറിയ ചെടികളിൽ തന്നെ പൂക്കളുണ്ടായി തുടങ്ങുന്നൊരു ചെടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ്. ഈ ഗാർലിക് വൈൻ്റെ ഒരു പ്രത്യേകത, അത് പടർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ പാമ്പ് വരാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിന് വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊന്നും അങ്ങനെ എഴുജന്തുക്കളെയൊന്നും കാണാറില്ല. അടുത്തതായിട്ട് കാറ്റ്സ് ക്ലൗ ആണ്. ഈ കാറ്റ്സ് ക്ലൗവിൽ വർഷത്തിൽ 1-2 തവണ മാത്രമാണ്
പൂക്കൾ ഉണ്ടാവുന്നത്. ഇവിടെ വയനാട്ടിലൊരു 3-4 തവണയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരു തവണയാണ് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്നത്. എങ്കിലും മഴ കഴിഞ്ഞൊന്ന് വെയിലറിക്കുമ്പോൾ ഇടയിലൊക്കെ പൂക്കൾ കാണാറുണ്ട്. അടുത്തതായിട്ട് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആണ്, ലെമൺ വൈറ്റ് എന്നൊക്കെ പറയാം. ആ ഒരു കളറിലുള്ള വൈറ്റാണ്. ഇത് ഹൈബ്രിഡ് ടൈപ്പാണ്. ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ് അല്ല. നമ്മൾ അയച്ചു തരുന്ന ചില ചെടികളിലൊക്കെ മൊട്ടുകളായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ മൾബറിയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള കായയാണ് കേട്ടോ ഉണ്ടാകുന്നത്. ഒരുപാട് നീളമുള്ളതല്ല, ഒരു മീഡിയം ടൈപ്പാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മദർ പ്ലാന്റിൻ്റെ തന്നെ പിക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ട് കായ ഉണ്ടാകുമ്പോൾ ഒരുപാട് വലിയ കായാണ് പ്രതീക്ഷിച്ചതെന്ന് പറയരുത്. എന്നാലും നിറച്ച് കായ ഉണ്ടാവുന്നുണ്ട്. ഓരോ കുറ്റിക്ക് നിറഞ്ഞ് കായകൾ ഉണ്ടാവുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഹോയയാണ്. ഈ ഒരു കളറിലുള്ള ഹോയ കേട്ടോ. അതിൻ്റെ ജിഫി പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത്. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, എന്നാൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ റിബൺ ഗ്രാസ് ആണ്. ഈ റിബൺ ഗ്രാസിനെ നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താം, ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ട് വെക്കാം. നോർമൽ പോട്ടിലൊക്കെ വളർത്തി ഒരു സ്റ്റാൻഡിൻ്റെ മേലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുതിയ തൈകൾ ഇങ്ങനെ തൂങ്ങി അങ്ങനെയും കാണാറുണ്ട്. അടുത്തതായിട്ട് സെനീഷ്യോ ക്രീപ്പറാണ്. ഇത് ശരിക്കും യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ് അല്ല, സെനീഷ്യോ ആണ്. ഇതിൻ്റെ ലീഫുകൾ ഒരു വാക്സ് ടൈപ്പാണ്. ഒരുപാട് മെച്ചുർ ആകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഹണീസക്കിളാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളുള്ള ഒരു പ്ലാന്റാണ് ഈ ഹണീസക്കിൾ. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മഴയത്ത് പോലും, നല്ല അടഞ്ഞ മഴയത്ത് പോലും ഹണീസക്കിളിൽ 1-2 പൂക്കളെങ്കിലും കാണാറുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ലാസ്റ്റ് വൺ യൂഫോബിയ കോട്നിഫോളിയ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ ഇതിൻ്റെ ലീഫുകൾക്കാണ് ഭംഗി. ഇതിൽ പൂക്കളൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇതുപോലെ നല്ല മെറൂൺ കളറിലുള്ള ലീഫുകൾ നമ്മുടെ ലോണിലൊക്കെ ഇങ്ങനെ ഒറ്റൊരു പ്ലാന്റായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. ഇതിൽ 45-46 വെറൈറ്റി വരുന്നുണ്ട്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ അവസാന തീയതി വരുന്നത് 5-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ. സെപ്റ്റംബർ 5 വൈകുന്നേരം 4 മണി വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ടൈം വരുന്നത്. ഇതിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് 45 ചെടികളെങ്കിലും എടുക്കുന്നവർക്ക് ഏതെങ്കിലും 2 ഫ്ലവറിങ് പ്ലാന്റ്, 30 ചെടികൾ എടുക്കുന്നവർക്ക് ഏതെങ്കിലും 1 ഫ്ലവറിങ് പ്ലാന്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. മിനിമം 3 പ്ലാന്റ്സ് എടുത്താലാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഓഫർ പ്രൈസിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കും കേട്ടോ. ഓക്കെ, താങ്ക്